കാർത്തിക, രോഹിണി, മകയിരം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജനുവരി മാസം 14-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ഈ ജനുവരി 14-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് മകരസംക്രാന്തി ദിവസം കൂടിയാണ്. മാത്രമല്ല, ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഗ്രഹങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും പ്രധാനിയായ ശനിയും ശുക്രനും തമ്മിലുള്ള അപൂർവ സംയോഗം കൊണ്ടും ഈ ജനുവരി 14-ാം തീയതി ബുധനാഴ്ച എന്ന ദിവസം അതിപ്രാധാന്യമറിയിക്കുന്നു. അതായത് ഈ ഗ്രഹങ്ങളുടെ സംയോഗം ഓരോ നക്ഷത്രക്കാരിലും പല വിധത്തിലുള്ള ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ പല ആളുകൾക്കും ജീവിതത്തിൽ ഒരേ ജ്യോതിഷപരമായ മാറ്റങ്ങളുടെ ഫലമായി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. അതായത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഗുണകരമായി വരുന്ന കാര്യം മറ്റൊരു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിക്ക് പോസിറ്റീവായി അനുഭവത്തിൽ വരണമെന്നില്ല. അപ്രകാരം നോക്കുമ്പോൾ ഈ മകരസംക്രാന്തി ദിനത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അപൂർവ ഗ്രഹസംയോഗം കൊണ്ട് 27 നക്ഷത്രക്കാരിൽ നിന്നും വേറിട്ട ചില അനുഭവങ്ങളായിരിക്കും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു. ഇതിൽ തന്നെ ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഈ ജനുവരി 14-ാം തീയതി ബുധനാഴ്ച അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാൻ കാരണമാകുന്നത് ശുക്രൻ്റെയും ശനിയുടെയും സ്വാധീന ഫലമായി നിങ്ങളിൽ ലാഭദൃഷ്ടി യോഗം സൃഷ്ടിക്കപ്പെടുന്നതിനാലാണ്. അപ്പോൾ ഈ ലാഭദൃഷ്ടി യോഗം സിദ്ധിക്കുന്നതിലൂടെ ജനുവരി 14-ാം തീയതി ബുധനാഴ്ച ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജനുവരി 14-ാം തീയതി ബുധനാഴ്ച ലാഭദൃഷ്ടി യോഗം സിദ്ധിക്കുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള ഇടവം രാശിക്കാർക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ ഒരു മാറ്റം കാണണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ അനുഭവിച്ചു വരുന്ന ചില പ്രതിസന്ധികൾക്ക് ഒരു മാറ്റമുണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിരന്തരം ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ഇടവം രാശിക്കാർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ഈ ലാഭദൃഷ്ടി യോഗത്താൽ തെളിയുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലാഭദൃഷ്ടി യോഗത്തോടൊപ്പം തന്നെ മകരസംക്രാന്തി കൂടി ആയതിനാൽ ഇത് നിങ്ങളിലേക്ക് നൽകുവാൻ പോകുന്ന ഭാഗ്യങ്ങളെ ഇരട്ടിപ്പിക്കും. ഏറ്റവും പ്രധാനമായി കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഈ ജനുവരി 14-ാം തീയതി ബുധനാഴ്ച സാമ്പത്തികമായി വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു നോക്കിയാൽ പോലും പല വ്യക്തികൾക്കും ഒരു പോസിറ്റീവായ അനുഭവത്തെ പറ്റി ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് കടബാധ്യതകളിൽ നിന്ന് കരകയറുവാനുള്ള ഒരു വഴിയുമില്ലാത്ത അവസ്ഥയും കൊണ്ട് പലരും മനസ്സ് നീറിയാണ് ഓരോ ദിവസവും
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടവം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിൽ ഭാഗ്യം വളരെയധികം ഉണ്ടാവുകയും ആ ഭാഗ്യം കൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ ജനുവരി 14 ബുധനാഴ്ചയോടെ വന്നു ചേരുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതുമായ കാര്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ പല ഇടവം രാശിക്കാരിലേക്കും വരികയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി ഈ ജനുവരി 14 മകരസംക്രാന്തി ദിവസം ലാഭദൃഷ്ടി യോഗം സിദ്ധിക്കുന്നതിലൂടെ ഇടവം രാശിക്കാർക്ക് ഒരു സാമ്പത്തിക സ്ഥിരത ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയും. ഇനി ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വിദേശയാത്രയ്ക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എന്തൊക്കെയോ തടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ലാഭദൃഷ്ടി യോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുകയും ഉടനടി തന്നെ നിങ്ങൾക്ക് വിദേശയാത്ര ചെയ്യുവാനുള്ള ഭാഗ്യം കൈവരുവാനും പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടിരുന്നതിനാൽ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സമാധാനിക്കാം. അതുകൂടാതെയും ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ജനുവരി 14 ബുധനാഴ്ചയോടെ രൂപപ്പെടുന്നത്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള ഇടവം രാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയത്ത് അവർക്ക് ഏറ്റവും മികച്ച തരത്തിലുള്ള ഒരു ഭാവിക്ക് ഉതകുന്ന തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് എത്തിപ്പെടുവാനും ഒപ്പം തന്നെ അവർ തിരഞ്ഞെടുക്കുന്ന ആ പഠന മേഖലയിൽ ഏറ്റവും മികവ് തെളിയിക്കുവാനുള്ള ഭാഗ്യവും ഈ ലാഭദൃഷ്ടി യോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നതായി കാണുന്നുണ്ട്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും മികച്ച ഒരു അവസ്ഥയായിരിക്കും ഈ മകരസംക്രാന്തി ദിവസം ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുന്നത്. ശുഭകാര്യങ്ങളും ശുഭവാർത്തകളും നിങ്ങളെ തേടിയെത്തും എന്നത് മാത്രമല്ല, ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള മനസ്സമാധാനവും സന്തോഷവും ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വരികയും എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യുന്ന ഒരു യോഗം കൂടിയായിരിക്കും ഈ ലാഭദൃഷ്ടി യോഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി ഈ ജനുവരി 14 ബുധനാഴ്ച മകരസംക്രാന്തി ദിവസം സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്ന ലാഭദൃഷ്ടി യോഗം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിയിൽ പിറന്ന ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിൽ ദുരിതങ്ങൾക്ക് മേൽ ദുരിതങ്ങളും കാര്യതടസ്സങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും എന്ന് വേണ്ട ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലങ്ങൾ ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും ധനുരാശിക്കാരിൽ പല ആളുകളും സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ട് നാളുകളായി എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ എത്രയൊക്കെ കഷ്ടതകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു വന്നിരുന്ന വ്യക്തികളാണെങ്കിലും ഈ ശനിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ഈ ലാഭദൃഷ്ടി യോഗം നിങ്ങളുടെ ജീവിതത്തിന് അടിമുടി മാറ്റം സൃഷ്ടിക്കും എന്നതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട വസ്തുത. ഏറ്റവും പ്രധാനമായി ഈ ഒരു സമയത്ത് ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക്
എത്തിപ്പെടുവാനുള്ള യോഗവും മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുകയും നിങ്ങൾ എടുക്കുന്ന നിർണായകമായ ആ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ ഫലങ്ങൾ നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിലായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ജനുവരി 14 ബുധനാഴ്ച നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരു തിരിച്ചു ചിന്തയുടെ പോലും ആവശ്യമില്ല. ഇനി ഏറ്റവും പ്രധാനമായി ഈ ലാഭദൃഷ്ടി യോഗം സിദ്ധിക്കുന്നതിലൂടെ ധനുരാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഇതുവരെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിത പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയായിരിക്കും വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് കച്ചവട രംഗത്തൊക്കെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയും എന്നാൽ കുറച്ച് നാളുകളായി അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഒരു നേട്ടം കാണുവാൻ കഴിയാത്ത അവസ്ഥ നേരിട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട്. എന്നാൽ ഓരോ ധനുരാശിക്കാർക്കും നിങ്ങൾ അധ്വാനിക്കുന്നതിനും നിങ്ങൾ പ്രയത്നിക്കുന്നതിനും ഇരട്ടിയായുള്ള പ്രതിഫലം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യം നിറഞ്ഞ സമയമാണ് ഈ മകരസംക്രാന്തി ദിവസത്തോടെ തുടങ്ങുന്നത്. ഒപ്പം തന്നെ ഈ ലാഭദൃഷ്ടി യോഗം സിദ്ധിക്കുന്നതിലൂടെ ധനുരാശിക്കാരിൽ ഭാഗ്യം വളരെയധികം വർദ്ധിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും വളരെ വേഗത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ചില ധനുരാശിക്കാർ അകപ്പെട്ട് കിടന്നിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്ത് കടക്കുവാനുമുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യുന്ന സമയവും കൂടിയാണ് ഇതിൽ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി തുടങ്ങി വെച്ച് നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും മറ്റുള്ള ചില തടസ്സങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സ്വന്തം വീട് എന്ന ആ സ്വപ്നത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ശുക്രൻ്റെയും ശനിയുടെയും ഒന്നിച്ചുള്ള അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങളുടെ ആ വലിയ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ പോവുകയാണ്. അതുകൂടാതെ സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം തടസ്സങ്ങളും കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാൻ കഴിയുന്നില്ലാത്ത തരത്തിലുള്ള ദുരവസ്ഥകളും നിങ്ങളെ വളരെ കാലങ്ങളായി പിന്തുടരുകയായിരുന്നു. എന്നാൽ ഈ മകരസംക്രാന്തി ദിവസം തന്നെ നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ലാഭദൃഷ്ടി യോഗം പല ധനുരാശിക്കാരെയും സമ്പന്നതയിലേക്കാണ് എത്തിക്കുവാൻ പോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ ഒരു ദിവസം ലോട്ടറി സൗഭാഗ്യം പോലെയുള്ള അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ വരെ ധനുരാശിക്കാരിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. ഇനി അതുകൂടാതെ തന്നെ ഈ ഭാഗ്യസമയത്ത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പല ശുഭകാര്യങ്ങളും വന്നു ചേരുമെങ്കിലും ഏറ്റവും പ്രധാനമായി ചില വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അതായത് വിവാഹ തടസ്സം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ധനുരാശിക്കാർക്ക് പോലും ഈ ലാഭദൃഷ്ടി യോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയും. മാത്രമല്ല ഈ ശുക്രൻ്റെയും ശനിയുടെയും സംയോഗഫലമായി ധനുരാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ ഉണ്ടാകുവാൻ പോകുന്നത് വളരെ സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കും. അതായത് ധനുരാശിയിൽ പിറന്ന വ്യക്തികളുള്ള കുടുംബങ്ങളിൽ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കുകയും ഏറ്റവും സന്തോഷത്തോടെ ആ കുടുംബത്തിലുള്ളവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. ഇനി ഈ ലാഭദൃഷ്ടി യോഗം സിദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ധനുരാശിക്കാർക്ക് ഗുണകരമായ അവസ്ഥ തന്നെയായിരിക്കും നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാനും ഭാഗ്യകരമായ ഒട്ടനവധി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനും പോകുന്ന ഒരു ദിവസമായിരിക്കും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
ഈ ജനുവരി 14 ബുധനാഴ്ച എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി ഈ ജനുവരി മാസം 14 ബുധനാഴ്ച മകരസംക്രാന്തി ദിവസം തന്നെ ലാഭദൃഷ്ടി യോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകരം രാശിയിൽ പിറന്ന ഭൂരിഭാഗം ആളുകളും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. അതായത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയും ഒരു വിധത്തിലും മനസമാധാനം അനുഭവിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളുമാണ് കുറച്ച് നാളുകളായി മകരം രാശിയിൽ പിറന്ന വ്യക്തികൾ നേരിട്ട് വരുന്നത്. ഒരു രീതിയിലും മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കുവാൻ പോലും കഴിയാതെ ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എന്നാണ് ഒരു പരിഹാരമുണ്ടാവുക ഭഗവാനെ എന്ന് നിങ്ങൾ ചിന്തിക്കാത്ത ദിവസങ്ങളില്ല. ഇതിൽ തന്നെ ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് കടബാധ്യതയില്ലാതെ ഒന്ന് ജീവിക്കുവാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത്തരത്തിൽ ജീവിത പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന സമയമാണ്. അതായത് മകരസംക്രാന്തി ദിവസം പിറക്കുന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരവും പോസിറ്റീവുമായ പല അനുഭവങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു തുടങ്ങും. ഇന്ന് ഈ അധ്യായം കാണുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യതടസ്സം നേരിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഉടനടി പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക ആവശ്യങ്ങൾക്കും കടബാധ്യതകൾക്കും പരിഹാരം കാണുവാനായി നിങ്ങൾ വസ്തു വിൽപ്പന നടത്തുവാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും പല വിധത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടും അത് മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ലാഭദൃഷ്ടി യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ജനുവരി മാസം 14 ബുധനാഴ്ചയോടെ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിലും ലാഭകരമായ രീതിയിൽ വസ്തു വിൽപ്പന നടത്തുവാനുള്ള യോഗം കൈവരും. അത്തരത്തിൽ നിങ്ങൾക്ക് വസ്തു കച്ചവടം നടന്നു കിട്ടുന്നതിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ഉടനടി പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് എത്തുകയും ജീവിതത്തിൽ കൂടുതൽ മനസമാധാനം അനുഭവിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിലും ഏറ്റവും മികച്ച ഒരു അവസ്ഥ തന്നെ മകരം രാശിയിൽ പിറന്ന വ്യക്തികളിൽ നിലനിൽക്കുന്ന സമയം കൂടിയായിരിക്കും ഇത്. അതുകൂടാതെ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക് നിങ്ങൾ വളരെ നാളുകൾക്ക് മുൻപ് ആഗ്രഹിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതുമായ ചില കാര്യങ്ങൾ വരെ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള ഭാഗ്യവും ഈ ലാഭദൃഷ്ടി യോഗത്താൽ ഉണ്ടാകും. അതായത് നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പോലും ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയും ആഗ്രഹിച്ചതിലും ഉപരിയായി നിങ്ങളുടെ ജീവിതം ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്യുവാൻ പോവുകയാണ്. കുടുംബ ബന്ധങ്ങളിലായാലും ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും നെഗറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ നിലനിന്നിരുന്ന മകരം രാശിക്കാർക്ക് ഇത് ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരം കാണുവാൻ കഴിയുന്ന സമയത്തിൻ്റെ തുടക്കം കൂടിയാണ്. അതിനാൽ തന്നെ എല്ലാം കൊണ്ടും മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാവുകയും വളരെ സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യത്തെയാണ് ഈ ലാഭദൃഷ്ടി യോഗം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ മകരസംക്രാന്തിയും ലാഭദൃഷ്ടി യോഗവും ഒന്നിച്ച് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് ഒട്ടനവധി നേട്ടങ്ങളും ശുഭകാര്യങ്ങളുമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും
നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.